ഇതിൽ ഞാൻ ഒരു കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ആവശ്യത്തിനുള്ള ഇട്ടിട്ടുണ്ട് കേട്ടോ. മധുരത്തിനനുസരിച്ചിട്ട് നമുക്കിടാം. കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാനുള്ളത് ഇതിലൊരു 4 സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ. ഒരു 4 സ്പൂൺ ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഞാൻ മിക്സിയിൽ പൊടിച്ച മിശ്രിതം ഞാനിത് അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ഒത്തിരി പാലൊഴിച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് കട്ടയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റാക്കാൻ. കൂടുതൽ ഒഴിക്കണ്ട, നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാല് വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ലൂസാവുകയാണെങ്കിൽ പാൽപ്പൊടി വീണ്ടും ഇടേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൽ നട്ട്സ് ഇട്ടിട്ട് നട്ട്സ് നെയ്യിൽ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ബദാമോ പിസ്തയോ കാഷ്യോ എന്ത് വേണമെങ്കിലും ഇടാം. ഞാൻ മുന്തിരി വേണമെങ്കിൽ മുന്തിരി ഇടാം. ഞാൻ മുന്തിരി ഇവിടെ ഉണ്ട്, പക്ഷേ ഞാൻ വെറും കാഷ്യൂ മാത്രമാണ് ഇട്ടത് കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം ഞാൻ. അപ്പം ഞാനിതത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. 10 മിനിറ്റ് വെച്ചു കേട്ടോ. നിങ്ങൾക്ക് എത്ര മിനിറ്റ് വേണമെങ്കിലും വയ്ക്കാത്. അപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ തീ പിടിപ്പിക്കാനോ ഒന്നിനും പോകണ്ട. നല്ല ഒന്നാമതരം സ്വീറ്റ് പാൽപ്പേടയുടെ അതേ ഒരു രുചിയായിരിക്കും ഇതിന് കേട്ടോ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നല്ല കട്ടിയായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ തൊട്ടി പിടിക്കും. നെയ്യ് വരട്ടിയാലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം മുറിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മിൽക്ക് പേട റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണേ. അതേപോലെ വേറെ ഒന്നും വേണ്ട, ഗ്യാസ് വേണ്ട, തീയൊന്നും വേണ്ട. നമുക്കിതിന് വെറുതെ പാൽപ്പൊടി, പഞ്ചസാര, ഏലക്കാപ്പൊടി, പിന്നെ തേങ്ങ ചെറിയ ഇത്രയും സാധനങ്ങൾ അത് 3 പൊടിച്ചെടുത്തിട്ട് ഒരല്പം പാലെടുത്തിട്ടൊന്ന് നമ്മൾ നന്നായിട്ട്, പാല് കൂടരുത് കേട്ടോ. പാല് കൂടിയാൽ വീണ്ടും പാൽപ്പൊടി ഇടേണ്ടി വരും. പാല് കൂടാതെ നോക്കണം. എന്നിട്ട് ഇതേപോലെ ആക്കിയിട്ട് നട്ട്സ് ഏത് വേണമെങ്കിലും ഇടാം. പിസ്തയോ ബദാമോ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ഇടാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.